അങ്ങനൊരു അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും പക്ഷികളെയും സകലത്തിനെയും വാഴുവാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നവർ കരം ഉയർത്തിക്കേ. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ മന്ത്രവാദിയെ ആരാ വാഴേണ്ടത്? മന്ത്രവാദിയുടെ മുകളിൽ അധികാരം ആർക്കാണുള്ളത്? മിണ്ടാട്ടം മുട്ടിപ്പോയി, പറയാൻ തൻ്റെ ഇടമില്ല. ഇന്നും ആഭിചാരം പറഞ്ഞ് നിലവിളിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി ഭൂമിയിലോട്ട് വിട്ടത് അധികാരം തന്നിട്ടാണ് ഈ ലോകത്തുള്ള സകല മന്ത്രവാദികളെ വാഴുവാനുള്ള അധികാരം സ്വർഗം നിനക്ക് തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരു ആത്മാവിൽ കരമടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. സ്തോത്രം. ഈ ഉലകത്തിലുള്ള സകല കൂടോത്രം ചെയ്യുന്ന വൻപൻ പാർട്ടികളെയോ അധികാരത്തോടെ അവന്റെ അധികാരിയായിരുന്ന് അവനെ വാഴുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ ആഭിചാരവും കൂടോത്രവും ആവശ്യമില്ലാത്ത നേർച്ച കാഴ്ചയുടെ ശക്തി നിന്റെ അടുത്ത് വരുത്തില്ല. ഒന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിത് അകത്തോട്ട് ഈ ബോധ്യത വരാത്തത് കൊണ്ടാ, ഈ ബോധ്യത നിന്റെ അകത്ത് വരാത്തത് കൊണ്ടാ. സ്തോത്രം. ഈ ബോധ്യത വന്നാൽ നീ കരം വെക്കുന്നിടത്ത് മന്ത്രവാദിയുടെ മന്ത്രവാദത്തിന്റെ ചരട് പൊട്ടും. സ്തോത്രം. അവൻ ഓതിവിട്ട ആഭിചാരത്തിന്റെ സാന്നിധ്യത്തിന്റെ മുകളിൽ എന്റെ അധികാരം കയറി നിൽക്കും. സ്തോത്രം. ഞാൻ ഇറങ്ങി നിൽക്കുന്നിടത്ത് ഈ അധികാരം വ്യാപരിക്കാൻ തുടങ്ങും. ഇതങ്ങനെ അങ്ങോട്ട് വ്യാപരിക്കുമ്പോൾ എല്ലാ കൂടോത്രക്കാര് മന്ത്രം ജപിച്ചു വിട്ട് കൂടോത്ര മണ്ഡലത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ പവർ ഇറങ്ങും.